ജർമ്മൻ B2 ലെവൽ പലർക്കും ഡ്രീം സ്റ്റോപ്പറായി തോന്നുന്ന ഒരു സ്റ്റേജാണ്. A2 വരെ ഓക്കെ, B1 എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. പക്ഷെ B2 വന്നപ്പോൾ മൊഡ്യൂൾ ബൈ മൊഡ്യൂൾ ഫെയിൽ, കോൺഫിഡൻസ് ഡൗൺ, ടൈം വേസ്റ്റ്, ഇതൊക്കെയല്ലേ പ്രശ്നം? ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് B2 ലെവൽ ഫാസ്റ്റ് ആയി ക്രാക്ക് ചെയ്യാൻ എങ്ങനെ പ്ലാൻ ചെയ്യണം, JNS ഗ്ലോബൽ സ്റ്റുഡൻസിനെ എങ്ങനെ സ്മാർട്ടായി സപ്പോർട്ട് ചെയ്യുന്നു. സോ വെൽക്കം ടു അനദർ സ്റ്റഡി അബ്രോഡ് സീരീസ് ബൈ JNS ഗ്ലോബൽ. B2 ഡിഫിക്കൽട്ട് ആയത് ലാംഗ്വേജ് കൊണ്ടല്ല, നിങ്ങളുടെ അപ്രോച്ച് റോങ് ആയതുകൊണ്ടാണ്. B2വിൽ പ്രോബ്ലംസ് വരാനുള്ള മെയിൻ റീസൺസ് നോക്കാം. 1, വൊക്കാബുലറി റാൻഡമായി പഠിക്കുന്നത്. 2, ഗ്രാമർ യൂസ് കോണ്ടെക്സ്റ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല. 3, എക്സാം പാറ്റേൺ പ്രോപ്പറായി മനസ്സിലാക്കിയിട്ടില്ല. 4, സ്പീക്കിംഗ് ചെയ്യുന്നില്ല. 5, റൈറ്റിംഗ് സ്ട്രക്ചർ ക്ലിയർ അല്ല. അങ്ങനെ പോകുന്നു, എക്സെട്ര റീസൺസ്. B2വിൽ ജർമ്മൻ അറിയണമെന്നല്ല എക്സ്പെക്ടേഷൻസ്, ജർമ്മൻ യൂസ് ചെയ്യാൻ പറ്റണം എന്നതാണ് എക്സ്പെക്ടേഷൻ. B2 എക്സാം ടോട്ടൽ 4 മൊഡ്യൂളാണ് വരുന്നത്. ലെസൺ എന്നാൽ റീഡിംഗ്, ഹ്യൂറൻ എന്നാൽ ലിസണിംഗ്, ഷ്രൈബൺ എന്നാൽ റൈറ്റിംഗ്, എക്സ്പ്രഷൻ എന്നാൽ സ്പീക്കിംഗ്. ക്രാക്ക് ചെയ്യാൻ ട്രിക്ക് ഒന്നേ ഉള്ളൂ, മൊഡ്യൂൾ വൈസ് സ്ട്രാറ്റജി. ലെസൺ മൊഡ്യൂൾ ഫെയിൽ ആകുന്നത് റീഡിംഗ് സ്ലോ ആയതുകൊണ്ടല്ല, ക്വസ്റ്റ്യൻ ടെക്നിക് അറിയാത്തത് കൊണ്ടാണ്. 1, ലോങ് പാസേജ് വേർഡ് ബൈ വേർഡ് വായിക്കേണ്ട. 2, ക്വസ്റ്റ്യൻ ഫസ്റ്റ് റീഡ് ചെയ്യണം. 3, കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യണം. 4, ഓപ്ഷൻ എലിമിനേഷൻ പ്രാക്ടീസ്. ലെസണിൽ ഗ്രാമർ അല്ല ടെസ്റ്റ് ചെയ്യുന്നത്, ലോജിക് ആൻഡ് സ്കാനിങ് എബിലിറ്റിയാണ്. ഹ്യൂറനിൽ സ്റ്റുഡൻസ് ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എല്ലാ വേർഡും കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുന്നു എന്നതാണ്. B2 ലിസണിംഗ് മീൻസ് മെയിൻ ഐഡിയ, സ്പീക്കർ ഇന്റൻഷൻ, ടോൺ ആൻഡ് ഒപ്പീനിയൻ, നോട്ട്സ് ടേക്ക് ചെയ്യാൻ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, സെയിം ഓഡിയോ മൾട്ടിപ്പിൾ ടൈം ലിസൺ ചെയ്യരുത്, എക്സാം സ്റ്റൈൽ ഓഡിയോസ് മാത്രം പ്രാക്ടീസ് ചെയ്യുക. ഹ്യൂറൻ ഇംപ്രൂവ് ചെയ്യാൻ 24/7 ജർമ്മൻ മ്യൂസിക് കേൾക്കേണ്ട ആവശ്യമില്ല, സ്മാർട്ട് ലിസണിംഗ് പ്രാക്ടീസ് മാത്രം മതി. റൈറ്റിംഗ് ആണ് B2വിൽ മാർക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ. ബട്ട് പ്രോബ്ലം ഈസ് സ്ട്രക്ചർ ക്ലിയർ അല്ല, ലിങ്കിങ് വേർഡ് വീക്ക് ആണ്, ഒപ്പീനിയൻ പ്രോപ്പർലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഫിക്സഡ് ഫോർമാറ്റ് ലേൺ വേണം. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ക്ലിയർ ആയിരിക്കണം. ഒപ്പീനിയൻ പ്ലസ് എക്സാമ്പിൾ കമ്പൽസറി ആണ്. B2 റൈറ്റിംഗ് ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് അല്ല, സ്ട്രക്ചർ ഫോളോയിങ് ടെസ്റ്റ് ആണ്. സ്പീക്കിംഗ് ഫെയിൽ ആകുന്നത് ജർമ്മൻ അറിയാത്തത് കൊണ്ടല്ല, പേടി കൊണ്ടാണ്. പെർഫെക്റ്റ് ജർമ്മൻ അല്ല ആവശ്യം, ക്ലിയർ ഐഡിയ പ്ലസ് സിമ്പിൾ സെന്റൻസ് ഉണ്ടെങ്കിൽ തന്നെ പാസ്സാകാൻ സാധിക്കും. പാർട്ട്ണർ ഇന്ററാക്ഷൻ പ്രാക്ടീസ് കമ്പൽസറി ആണ്. ആക്സെന്റ് പ്രോബ്ലം അല്ല, സൈലൻസ് പ്രോബ്ലം ആണ് ഡേഞ്ചറസ്. ഡെയിലി 15 മിനിറ്റ് ലൗഡ്ലി സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങളുടെ കോൺഫിഡൻസ് 2 ആഴ്ചയിൽ വലിയ ചേഞ്ച് ഉണ്ടാക്കും. JNS ഗ്ലോബലിൽ B2 കോച്ചിങ്ങിൽ ഡിഫറൻസ് എന്താണ്? 1, മൊഡ്യൂൾ വൈസ് പ്രിപ്പറേഷൻ. 2, വീക്ക് ഏരിയ ഐഡന്റിഫിക്കേഷൻ. 3, എക്സാം പാറ്റേൺ ബേസ്ഡ് മെറ്റീരിയൽസ്. 4, റൈറ്റിംഗ് കറക്ഷൻസ് വിത്ത് ഫീഡ്ബാക്ക്. 5, സ്പീക്കിംഗ് മോക്ക് സെക്ഷൻസ്. 6, ടൈം ബോണ്ട് സ്റ്റഡി പ്ലാൻ. ജർമ്മൻ ക്ലാസ് മാത്രമല്ല, എക്സാം കോച്ചിങ് പ്ലസ് കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് JNS മോഡൽ. ഈച്ച് സ്റ്റുഡൻസ് പ്രൊഫൈൽ ഡിഫറെന്റ് ആണ്, പ്ലാൻ ഓൾസോ ഡിഫറെന്റ് ആയിരിക്കണം. B2 ക്രാക്ക് ചെയ്യാൻ ജീനിയസ് ആവേണ്ട, റൈറ്റ് ഗൈഡൻസ് പ്ലസ് റൈറ്റ് പ്രാക്ടീസ് മതി. ഇഫ് യു ആർ സ്റ്റക്ക് B2 ഓർ റിപ്പീറ്റ്ലി ഫെയിലിംഗ് മൊഡ്യൂൾസ്, JNS ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യൂ. പ്രൊഫൈൽ ബേസ്ഡ് B2 പ്ലാനിംഗ്, ഫാസ്റ്റർ, സ്മാർട്ടർ, സ്ട്രെസ് ഫ്രീ പ്രിപ്പറേഷൻ.